ഓണം അത്രേ ഉള്ളൂ. നമ്മുടെ പോലീസുകാരുടെ പുതിയ എല്ലാവരും അറിഞ്ഞോ, സ്കൂളുകളിൽ കംപ്ലൈന്റ് ബോക്സ്. അപ്പൊ പിള്ളേർ ഇങ്ങനെ ബോക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതാ മറ്റേ കംപ്ലൈന്റ് ബോക്സ്. സ്കൂളിലെ പിള്ളേരൊക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ, അത് തന്നെ പേപ്പറിലൊക്കെ എഴുതിയിട്ട് പോലീസുകാർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സ്കൂളിൽ ഈ ബോക്സിൽ ഇടും. പോലീസിന്റെ ബോക്സാ അത്, കംപ്ലൈന്റ് ബോക്സ്. അപ്പൊ അവിടെ ലോക്കൊന്നും വേണ്ട, അതിനകത്ത് വലിയ അങ്ങനെയൊന്നും ആവശ്യമില്ല. അങ്ങനെ ചോദിക്കാതെ അതിന് വേണ്ടിയുള്ള സെക്യൂരിറ്റി ഉള്ള സാധനം ഒന്നല്ല പിള്ളേർ പറയുന്നത്. കൊച്ചു കംപ്ലൈന്റ് ആയിരിക്കും. ഇത് ജനറല്ല. പ്രിൻസിപ്പൾ മരിച്ചു പോയിരുന്നെങ്കിൽ നവതി കിട്ടിയാലെന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ അതാ പറഞ്ഞത്. ഇമെയിൽ അങ്ങനല്ല ഇത്. അങ്ങനെ അതാണ് പ്രശ്നം എടുത്തത്. ഇപ്പൊ ഈ പോലീസിന്റെ ഈ കംപ്ലൈന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് വരുന്നു, അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുന്നു, വല്ല അബ്യൂസോ അല്ലെങ്കിൽ ഹരാസ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടോ, പീഡനങ്ങൾ, ഇതൊക്കെ ഉണ്ട്, റിപ്പോർട്ട് ചെയ്യും. അന്ന് പിള്ളേർ ഇരുന്ന് എഴുതും, പേപ്പറിൽ പല ക്ലാസ്സിലുള്ള പിള്ളേർ എഴുതിയിട്ട് ഇത് കൊണ്ട് കംപ്ലൈന്റ് ബോക്സിൽ ഇടും. പോലീസുകാരൻ വരും വൈകുന്നേരം ആകുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണോ വരുന്നത്, ഡെയിലി ആണോ വരുന്നത് അറിയത്തില്ല. എന്നാലും രാവിലെ ഇട്ട കംപ്ലൈന്റ് വൈകുന്നേരം ആകുമ്പോൾ എടുക്കാൻ വരുന്നു. അതുകൊണ്ട് ഒരു പോലീസ് വണ്ടി വരുന്നു. ബൈ സ്കൂട്ടറിൽ പോകുന്നവരാണോ ബൈ ജീപ്പേ പോകുന്നവരാണോ വരുന്നതെന്ന് അറിയത്തില്ല. അവർ വന്നിട്ട് ഇതെല്ലാം സ്കൂളിൽ നിന്നും പെറുക്കും. എന്നിട്ട് അവിടെ പോയി ഇരിക്കും. ഈ പെറുക്കിയതും കൊണ്ട് പോയിട്ട് ഓരോ സ്കൂളിന്റെ ബോക്സ് എടുത്തുകൊണ്ട് പോവുകയാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എടുത്തുകൊണ്ട് പോയിട്ട് ഇതിരുന്ന് വായിക്കും. എല്ലാവരും എത്ര പേര് വായിക്കണമെന്ന് എനിക്കറിയത്തില്ല. വട്ടം കൂടി ഇരുന്ന് വായിക്കണം. വായിച്ചു കഴിഞ്ഞിട്ട് എന്തെന്നറിയോ, പിന്നെ അങ്ങോട്ട് പരിപാടി. അതാണ് പണി. എന്നുവെച്ചാൽ പണി വരുന്ന അവിടെ അല്ല. വായിക്കുന്ന പണിയൊന്നും ഒരു പ്രശ്നമല്ല, ഇത് എടുത്തോണ്ടിരുന്ന പണിയും പ്രശ്നമല്ല. ഇത് കഴിഞ്ഞ് എടുക്കുന്ന കാര്യങ്ങളുണ്ട്, മനസ്സിലായി. അതൊത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, മനസ്സിലായില്ലേ? അപ്പൊ അതിനൊക്കെ പരിഹരിക്കും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മെയിൽ പറ്റത്തില്ല, മെയിലും പിള്ളേർക്ക് പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. ഇതിനൊക്കെ വേണ്ടത് ഒരു നമ്പർ, മനസ്സിലായില്ലേ? ഇപ്പൊ ഈ US-ലൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണോ നമ്മളൊക്കെ കുഞ്ഞിലെ പോലും അവിടെ നിന്നൊക്കെ വരുന്നവർ പറയുന്നത് പിള്ളേർ എന്തിനും ഫോൺ വിളിച്ച് പറഞ്ഞാൽ ആ നമ്പർ പിള്ളേർ പഠിച്ചിരിക്കും. ഈ പോലീസിന്റെ നമ്പർ, അഡ്രസ്സ്, പേരൻസിന്റെ പേര്, ഇതാണ് പിള്ളേർ ആദ്യം പഠിക്കുന്നത്. എന്തെങ്കിലും പിള്ളേർ പറയാൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ആ നമ്പർ അവർക്കറിയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർ വിളിച്ചു പറയും. ഏത് ക്ലാസ്സിൽ എന്ത് പ്രശ്നം വിളിച്ചു പറയും. ഇപ്പൊ അതെന്ന് പണ്ട് ഈ മറ്റേ മൊബൈൽ തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഈ സ്ഥാനം ചെയ്ത് വെച്ചേക്കുക. ഇവിടെ മൊബൈലുമായി എല്ലാം കഴിഞ്ഞപ്പോ പേപ്പറിൽ ഇരുന്ന് കത്തെഴുതുക. എന്നാ പുരോഗമനാളിയാ. എനിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് വലിയ പുരോഗമനം തോന്നുന്നില്ല. നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്നു തോന്നിപ്പിക്കുന്നതാണ്. കത്തുകൾ എഴുതുന്ന കാലഘട്ടത്തിലേക്ക് കുട്ടികളെ അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള ഉദ്ദേശം എഴുതാൻ പഠിപ്പിക്കുന്ന പോലെ പരിപാടി ആയിരിക്കും. കുട്ടികൾ എഴുതണം ഉദ്ദേശത്തോടെയാണോ? എന്താണെന്നറിയോ എനിക്ക് ഈ പഴമയുടെ സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് പണ്ട് കാലത്ത് പഴയ പ്രണയം കേട്ടല്ലേ, പഴയ പാട്ട്, പഴയ പുട്ട്, പഴയ ഐസ്, പഴയ ഐസ് ക്യൂബ്സ് ഇല്ലേ, പഴയ ഐസ്, പഴയ തീട്ടം. അതെ, പഴയ ഐസ് അതുപോലത്തെ ഒരു സാധനം. പഴയ ഐസ് എന്ന് പറഞ്ഞാൽ പഴയ ഐസ് എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് ഭയങ്കര തണുപ്പാണല്ലോ പഴയ ഐസിന്. ഇപ്പോഴത്തെ അത്ര തണുപ്പില്ല. ഇപ്പൊ ഐസ് ഒരു എന്ന് പറഞ്ഞാൽ നമ്മള് അവസാനം അവിടെ ചെല്ലും. ഇല്ലല്ലേ? അതാ പറഞ്ഞ പഴയ തീയില്ല, എല്ലാം പഴയ തീക്ക് ഭയങ്കര ചൂടാണ്. ഇപ്പൊ വരുന്ന ഗ്യാസിലുള്ള തീ, പഴയ വിറക് കത്തിച്ചുള്ള തീ ഉണ്ടല്ലോ, ആ തീയുടെ കൂടെ വരുന്ന പുകയും ആ മണവും ആ ഒരു അന്തരീക്ഷവും ആ ഒരു അന്തരീക്ഷ മലിനീകരണവും ആ ഒരു ഭയങ്കര ഒരു അങ്ങനെ എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഈ ഒരു പിള്ളേർ എഴുതി ഞാൻ ഇന്ന് 3 കണ്ടുപിടുത്തങ്ങളിലിരിക്കുകയാണ്. നോക്കാം. നമ്മുടെ കന്മത്തെ ലാലേട്ടൻ മഞ്ഞക്കിളി ഒരു ടൈൽസ് അടിച്ച പിന്നെ ഇങ്ങനെ ഞാൻ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനെ കാണുന്നു. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനായി. മൂന്നാമത്തെ പേര് ഞാൻ പറയില്ല. ഞാൻ എങ്ങനെ ആറാട്ട എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ പേര് പറയില്ല. അപ്പൊ ഇങ്ങനെയുള്ള പുരോഗമനങ്ങൾ നടക്കുമ്പോൾ
ഇത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര എന്തോ BGM ഒക്കെ ഇട്ട് ഭയങ്കര പാട്ടൊക്കെ ഇട്ടിട്ട് ഇവര് ആഘോഷിക്കും. പോലീസുകാർക്ക് ഇമെയിൽ ഉപയോഗിക്കാൻ അറിയില്ല. കേരളം പൊളിയല്ലേ? കേരളം നമ്പർ 1 ആണ്, പൊളിയാണ്. അതുകൊണ്ട് ഇത് മലയാളിയാണല്ലോ പൊളി. കേരളം നമ്പർ 1. മൊബൈൽ കമ്പ്യൂട്ടർ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയില്ല. കേരള പോലീസിന് ഇൻസ്റ്റാഗ്രാം കയറി നോക്ക്. അറ്റമാണ്. അതെ അതെ, വീഡിയോ ഇടും, BGM ഇടും, ഷോ കാണിക്കും, അങ്ങനെ പലതും ചെയ്യും കേരള പോലീസ്. കണ്ടില്ലേ ഇതിട്ട് വരെ BGM ഇട്ടിട്ട് എന്തൊരു നാണക്കേടാണ്. ഇവർക്ക് അറിയത്തില്ല ഇതൊരു നാണക്കേടാണ്. അതിനൊരു വേറൊരു അതിനൊരു മിനിമം വേണമല്ലേ? മിനിമം അതില്ല. മിനിമം നാണം ഉണ്ടാകുന്ന ചെയ്യത്തില്ല. ഒരു ഉളുപ്പ് സാമാന്യ കാലത്ത് ഒറ്റ കാര്യം ആവശ്യമുള്ളൂ മനുഷ്യർക്ക്, സാമാന്യ ബോധം. അതെ, കോമൺ സെൻസ്. 112 എന്ന് നമ്പറിലേക്ക് അങ്ങ് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ല, വേറൊരു നമ്പർ കൊടുക്കും, 3 നമ്പർ ഏതെങ്കിലും, 666 അങ്ങനെ നമ്പർ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? അല്ല വേണ്ട, 1 2 3 4 5 ഭയങ്കര കാര്യമുള്ള നമ്പർ. വിളി മതി, കാര്യങ്ങൾ ഓടി എത്തിക്കോളൂ. അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഈ പിള്ളേരുടെ കാര്യത്തില് മനസ്സിലായി, ഇത് ചൈൽഡ് പ്രൊട്ടക്ഷനായിട്ട് റിലേറ്റ് ചെയ്തുള്ള സംഭവം ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത്രയും സ്കൂളിൽ പോയി കളക്ട് ചെയ്യുന്നത്? ഇങ്ങനെ നടക്കും. എന്നിട്ട് ഇത് വായിക്കൂ, പിള്ളേരൊക്കെ എഴുതുന്ന വായിക്കാൻ കറക്റ്റ് ആയിട്ട് പറ്റും ഇവർക്ക്. ഫോൾസ് ആണ് മനസ്സിലാക്കാൻ വലിയ പാടൊന്നും നമുക്കും ഇല്ല, അവർക്ക്. പിന്നെന്താ അവിടെ ഈ പോട്ടെ, ഇത് സ്കൂളിൽ മാത്രം മതിയോ? പിള്ളേരുടെ സേഫ്റ്റി നിൽക്കുന്നത് സ്കൂളിനകത്ത് മാത്രം. ഇനി വേണ്ട എവിടെ നടക്കും? ആ വീട്ടിൽ കൊണ്ടുവെക്കുന്ന ഒരു ബോക്സ് പള്ളിയിൽ വേണം. പള്ളി, മദ്രസകൾ അത്യാവശ്യം, സ്കൂളുകളിൽ മൊത്തം ഇങ്ങനെ എഴുതി വെക്കും. അച്ഛന്മാരുടെ മറ്റേ ഈ ഇവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒരെണ്ണം വെക്കണം. അതുപോലെ തന്നെ വീട്ടിലും മഠത്തിൽ വെക്കണം. എവിടെല്ലാം വെക്കണം? മഠത്തിൽ വളരെ അല്ല, അവിടെ CCTV വേണ്ടത്. കിണറിന്റെ സൈഡിൽ പോലീസിന്റെ ഒരു എയ്ഡ് പോസ്റ്റ്. ഇത് പിള്ളേരെ സംബന്ധിച്ച് വരുമ്പോഴേ പിള്ളേരുടെ കേസ് മരിക്കാൻ വരുന്ന കന്യാസ്ത്രീ അവിടെ ലെറ്റർ ബോക്സ് കാണുമ്പോൾ അയ്യോ എന്തിനു മരിക്കണം, കേരള പോലീസിന് ഒരു ലെറ്റർ എഴുതിയേക്കാമല്ലോ എന്ന് കരുതി അവിടെ നിന്ന് എഴുതിയിട്ട് ലെറ്റർ ഇട്ടിട്ട് വിളിക്കാൻ തിരിച്ചു പോകണം. മനസ്സിലായോ? ആ മൂഡ് കിട്ടണം. അതെ അതെ അതെ. അല്ല, ഇതിപ്പോ ചൈൽഡ് പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട ഇത് ചെയ്തേക്കുന്നു. അല്ല, ഞാൻ മൊത്തത്തിൽ പറയണം. കേരളത്തിലുടനീളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഒരു പോലീസ് എന്നുള്ളൊരു പുതിയൊരു സംവിധാനം ഏറ്റവും നല്ല. അതാകുമ്പോ MDM ഒക്കെ വീട്ടിൽ വെച്ച് തന്നെ പൊക്കാം. കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു പോലീസ് എന്ന സർക്കാർ പദ്ധതിയിലേക്ക് സ്വാഗതം. എന്തൊരവസ്ഥയല്ലേ? അയ്യോ, എടാ, ഈ വന്ന കാലത്ത് കത്തെഴുതിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു വിരോധാഭാസം ഇല്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും കത്തെഴുതേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു സാധനം പിള്ളേരെ പഠിപ്പിക്കുക, അത് പിടിക്കുക. ഈ പുതിയ ടെക്നോളജി ഒന്നും അവർക്ക് മനസ്സിലാവത്തില്ല. ശരിയാട്ടോ, അവർക്ക് പഴയ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അതാ എഴുത്തല്ലേ മൊത്തം. വേറെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതൊക്കെ പെട്ടെന്ന് തീർക്കേണ്ട വരും. എല്ലാവർക്കും പണിയെടുക്കണം, എല്ലാവരും ബിസി ആയിരുന്നു. മനസ്സിലായോ? ഇതിപ്പോ കത്തെന്ന് പറയുമ്പോ അങ്ങനെയല്ല. ഒരു കത്ത് വരുന്നു, ആ കത്തെടുക്കുന്നു, അതല്ലേ പണിക്കാൻ ഒരാള്. സമയം എടുക്കാൻ കുറെ പണിയെടുക്കാമല്ലോ. പണിയെടുക്കുവാണോ? പോലീസിലെ 2K ഇഷ്ടപ്പെടണം. എന്നാൽ ടെക്നോളജി ഇനി 70s 60s 80s കേറില്ല. എവിടുന്ന് വരുന്ന ബുദ്ധിയാണ് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോലീസിനോടുള്ള ഒരു ഇത് പോകത്തില്ലേ? അല്ല, ഇത് കണ്ട കോമഡിയാ സത്യമായിട്ട്, വൻ കോമഡി, ഊളത്തരം. പിള്ളേര് പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ A ക്ലാസ് പൊട്ടത്തരമുണ്ട്. ഇന്റൻഷൻ കൊള്ളാം. ഇല്ല, ഇന്റൻഷൻ കൊള്ളാം. കുട്ടികൾ പോലീസിന്റെ ആവശ്യമുണ്ടോ, പോലീസിന്റെ ഒരു ബോക്സ് ലെറ്റർ ബോക്സ് ആവശ്യമുണ്ടോ എന്നുള്ള വേറെ ചോദ്യം. കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് കൊള്ളാം. അതൊക്കെ പക്ഷെ അതിന് ലെറ്റർ ബോക്സ് വെക്കാന്ന് പറയുന്നതിന്റെ ഒരു അത് പ്രശ്നമാണ്. അത് എന്താ പറയുക, മറ്റേ ചെയ്ത ഹാക്കിംഗ് ഇല്ല, ഹാക്കിംഗ് ഉണ്ടാവില്ല. എന്റെ പൊന്നളിയ ഒരു നമ്പർ. എടാ, ലോകത്തുള്ള വികസിത രാജ്യങ്ങളിലെല്ലാം ഉണ്ട് ഇത്. ഇവിടെ കേരളത്തിൽ കൊണ്ടൊന്നും വലിയ വമ്പ സാധനം പോലെ ഇട്ട് BGM ഇട്ട് വെച്ചേക്കോടെ. അങ്ങനെ അത് വരുമ്പോഴാ പ്രശ്നം. ഭയങ്കര BGM, അതാ പ്രശ്നമായി പോയി. BGM ഇല്ലാന്ന് ഞാൻ ശ്രദ്ധിക്കത്തില്ല. പലതും പിടിക്കുന്ന അതുകൊണ്ടാണ്, പല കാര്യങ്ങളും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണോ? ചില കാര്യങ്ങൾ ഇവര് പറയുന്നത്
എടുക്കാൻ പറ്റാതെ വരുന്നത് ഈ പറയുന്ന സാധനം ഇല്ലാതിരിക്കുകയും ഇതെന്തോ മഹത്തരമായ ഒന്നാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അയ്യോ അത്ര ഇല്ലെന്ന് ആരും അറിയരുത് വെച്ചാലും ഒളിപ്പിച്ച് വെക്കേണ്ട സാധനം ഇതൊന്നും പുറത്ത് പറയരുത്. അത് തന്നെ പിള്ളേരോട് പോലും പറയരുത്. പിള്ളേർ ട്രോളും. പിള്ളേർ ഇപ്പോഴേ ട്രോളിൽ കാണും. ഉറപ്പോ പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കാണിച്ചു പിന്നെ ട്രോളായിരിക്കുമോ? പിന്നെ ഇവര് ചിലപ്പോ ഒരു ഫണ്ണായിട്ട് എടുക്കുമായിരിക്കും. ലെറ്റർ എഴുതിയിടാൻ പറയുമ്പോ ഒരു ലെറ്റർ അങ്ങ് എഴുതിയിട്ടേക്കാം. അതൊരു വേറൊരു സംഭവമായിരിക്കും. ടീച്ചർമാർ പറയുമായിരിക്കും ചെന്ന് ലെറ്റർ എഴുതിയിട്ട് മക്കളെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഒക്കെ പറയാൻ. പോലീസുകാർ വന്ന് വിളിച്ചേക്കുന്ന ബോക്സ് അല്ലേ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അവര് വായിക്കട്ടെ എന്ന്. പോലീസ് ഇത് കളക്ട് ചെയ്യോ? പോലീസ് കുറച്ചുനാൾ കളക്ട് ചെയ്യും, പിന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ഈ ബോക്സ് പൊട്ടിപ്പോവും. ബോക്സ് അവിടെ കിടന്ന് തുരുമ്പെടുക്കും മഴയത്ത് കിടന്ന്. മനസ്സിലായ ഈ മഴ കഴിയുമ്പോഴേക്കും ബോക്സിന്റെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പെട്ടിയാൻ കണ്ടിട്ടുണ്ട് കംപ്ലൈന്റ് ബോക്സ്. എല്ലായിടത്തും ഉണ്ട് ഈ ബോക്സ്. ഇനി ആ കംപ്ലൈന്റ് ബോക്സിനെതിരെയുള്ള ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേറൊരു ബോക്സ് ആ അവസ്ഥയാ. മനസ്സിലായ അവിടുന്ന് ഒന്നും എടുക്കൊന്നുമില്ല, അതങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്. കോർപ്പറേഷനിലൊക്കെ ഉണ്ടല്ലോ, പഞ്ചായത്തിലൊക്കെ ഉണ്ടാവല്ലോ. എന്നാലും പറ്റിക്കാനാണെങ്കിലും സാറേ ഇങ്ങനൊന്നും ചെയ്യരുത് അല്ലേ? പറ്റിക്കാനാണല്ലോ സാറേ ഇങ്ങനൊന്നും പറയരുത് സാറേ. ഈ ലോകം മുഴുവൻ സിംഗിൾ ഗവൺമെന്റ്, സിംഗിൾ കൺട്രി. ഇപ്പോഴത്തെ ബിഗ് ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം വെച്ചിട്ട് പോസിബിൾ ആണ്. അങ്ങനെ വാർ ഉണ്ടാവില്ല. പണ്ട് പോസിബിൾ ആയിരുന്നില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അണ്ണന്റെ ഒരു ആഗ്രഹമല്ലേ? പുതിയ ടെക്നോളജി എല്ലാം പ്രാക്ടിക്കലാണ്. പണ്ട് ഓരോ ഫിലോസഫീസ് പറഞ്ഞ കാര്യം അന്ന് പറ്റില്ല. ഇന്ന് ടെക്നോളജി സയൻസിലായി ഉണ്ട്. ഈ ബിഗ് ഡാറ്റ ആർട്ടിഫിഷ്യൽ സിംഗിൾ കൺട്രി വാർ നടക്കുമ്പോ എത്ര പേരെ മരിക്കുന്ന, വാർ നടക്കുമ്പോ എത്ര പേരെ മരിക്കുന്ന. ഇത് സിംഗിൾ ഇതാക്കി മാറ്റാം. ഇന്ന് ടെക്നോളജി പോസിബിൾ ആണ്. വാറല്ല ഡിഫൻസ് നടക്കണമെന്ന് എല്ലാവരും പറയുന്നത്. പിന്നെയാണ് വാറാവുന്നത്. താൻ എന്നെ അടിക്കുമ്പോഴേ അടിയാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം അറിയാം. ഇത് പോസിബിൾ ആണ്. സിംഗിൾ കൺട്രി, സിംഗിൾ ഗവൺമെന്റ്. പണ്ട് ആൾക്കാർ പറഞ്ഞു യൂട്ടോപ്യൻ ഐഡിയയുടെ പണ്ട് പറഞ്ഞത്. ഇപ്പൊ പ്രാക്ടിക്കൽ ആണ്. പല രാജ്യങ്ങളും ബോർഡറുകൾ ഇല്ലാതെക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോർഡറുകളുണ്ട്, പക്ഷെ ഈ പറയുന്ന പോലെ ഭയങ്കരമായ ബോർഡർ അല്ല. ബോർഡറുകൾ അപ്പോഴും ഉണ്ട്. ഒരു കാര്യം അവിടെ കാണാം. ഇതിന്റെ പാസ്പോർട്ട് ഉണ്ടല്ലോ, അവരെന്റെ മൂക്കിന്റെ തുമ്പ് വരെയാണല്ലോ ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മൂക്കിന്റെ തുമ്പൊരു ബോർഡർ ആണ്. വലിയ മൂക്കുള്ളവർക്ക് നല്ല സാധ്യത. എല്ലാവരും മനുഷ്യരാണ്. മൂക്കി കൈയിടുന്നവർക്കോ എല്ലാവരും ഇന്ത്യക്കാർ, ഓസ്ട്രേലിയക്കാർ, അമേരിക്കക്കാർ ഇങ്ങനെ ഡിവിഷന്റെ ആവശ്യമില്ല. എല്ലാവരും ഒരേ കൺട്രി ആകുമ്പോ എല്ലാവരും മനുഷ്യരാണ്. സെയിം സ്പീഷീസ്. അത് കൊള്ളാം കേട്ടോ, ഭയങ്കര അങ്ങനെ ഞാൻ കാണിച്ചിട്ടെ. അപ്പൊ ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കാര്യത്തില് അമേരിക്കൻ പട്ടി, പാകിസ്ഥാനി പട്ടി അങ്ങനൊന്നും ഇല്ലല്ലോ. പട്ടി എന്ന് പറഞ്ഞ പട്ടി അത്ര മനുഷ്യനകത്തൊക്കെ ഉള്ളു. ശരിയല്ലേ? പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. അത് ജർമ്മനാ പേര് തന്നെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് നാടൻ പട്ടിയോട് പുച്ഛം, മലയാളം സിനിമയോട് പുച്ഛം, എല്ലാം നാടൻ കാര്യങ്ങളോട് പുച്ഛമാണ്. മനസ്സിലാവുന്ന ഇപ്പത്തെ ആൾക്കാർ. പിന്നെ അങ്ങോട്ട് പോവാം. നാടനെ എന്തുകൊണ്ട് പുച്ഛിക്കുന്നു? നാടൻ പട്ടിയോട് എന്താണ് പുച്ഛം? പിന്നെ മലയാള സിനിമ, നാടൻ സിനിമ, സിനിമയോട് അത് കറക്റ്റ് ആകട്ടെ. നാടൻ സിനിമ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചത്. പുച്ഛം വരാൻ കാരണം നാടൻ സിനിമ പിന്നെ ഈ മലയാളി, ബംഗാളി, മറാഠി നല്ല പടങ്ങളാണ്. ടെക്നോളജി ഇല്ലെന്നേ ഉള്ളൂ. കമലഹാസൻ പറഞ്ഞു ബംഗാളി സിനിമയെക്കാളും മികച്ചതായി വന്നു മലയാള സിനിമ. ഇവിടുത്തെ ആൾക്കാർക്ക് ഹോളിവുഡ് മതി. എല്ലാവർക്കും ഹോളിവുഡ് മതി. മലയാള സിനിമ അതെന്തുകൊണ്ടാണ് അങ്ങനെ മലയാള നടന്മാരെ പുച്ഛമാണെന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഈ നാടൻ പട്ടിയോട് മലയാള സിനിമാ താരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന അത്ര ശരിയല്ല. നാടൻ പട്ടി അപമാനിച്ചത് നാടൻ പട്ടി കേസ് വരുന്നുണ്ടോ? ഏതെങ്കിലും നാടൻ പട്ടി പരാതി കൊടുക്കും. അകത്തോ കേട്ടോ, ചുമ്മാ അടങ്ങിയിരിക്കും. പട്ടി അധിക്ഷേപം എന്നും പറഞ്ഞു. വയ്യാത്ത പട്ടി കയ്യാലെ അടി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. സൂക്ഷിക്കണം. പട്ടി അധിക്ഷേപം എന്നും പറഞ്ഞുകൊണ്ട്
കൃഷ്ണമൂർത്തി എന്താ പട്ടിയുടെ പേര്? ഇങ്ങോട്ട് നീങ്ങി. തന്റെ വീട്ടിലെ പട്ടിയതാ? നാരായണമൂർത്തി. കൃഷ്ണമൂർത്തി ലാഭാന്ന് പറഞ്ഞു കൊടുത്തോ? എവിടുന്ന പറ്റിച്ചാണ് അറിയോ? ഞാൻ ഫുൾ ലാബ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ വളർന്നു വന്നപ്പോൾ 10 ലാബ്. അതെങ്ങനെയായി? ഇങ്ങനെയാണോ ഏത് തരത്തിലാണ്? ഞാൻ പേഴ്സണൽ ആളെ ഒരു പേര് പറയില്ല, അവനെന്നെ ചീറ്റ് ചെയ്തു. 6000 രൂപയ്ക്ക് തനിക്ക് ലാഭ് കിട്ടും. ശരിയാ, പകുതി ലാബ് പകുതി ആറ്. എനിക്കത് ചെറുപ്പത്തിൽ എന്താണ് എന്നാ പകുതി ലാഭിനെ അവിടെ അപ്പൊ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മലയാള സിനിമയോട് ഇപ്പോഴത്തെ ജനറേഷൻ പക്ഷെ അതല്ല ശരിക്കും സംസാരിക്കേണ്ട. ശരിക്കും കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല. പിന്നെ ശരിക്കും കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം പുരുഷന്റെ സമൂഹത്തിലെ ആധിപത്യത്തെ കുറിച്ചാണ്. പുരുഷാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നത് സുഹൃത്തെ, പുരുഷാധിപത്യത്തെ പറയുമ്പോൾ ഇന്നത്തെ പുരുഷാധിപത്യം എന്ന് പറയുന്നത് അതൊരു പുരുഷാധിപത്യ സമൂഹമാണ്. പിന്നെ വിയോജിപ്പാണ് അവിടെ തന്നെ. പുരുഷാധിപത്യം ഇല്ല, പുരുഷാധിപത്യത്തിന് കാരണം പുരുഷാധിപത്യമാണ്. ഏതാണ് ഈ ആശ? ആരാണ് ഈ ആശ? ഏതാശയാണ്? നിങ്ങളിങ്ങനെ അങ്ങനെ വിഷയത്തിൽ തെന്നി വീണു. ആശയവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് പുരുഷാധിപത്യത്തിന്റെ ഒരു പ്രസക്തിയുടെ ഒരു തുടക്കം, അതിനൊരു റാഡിക്കൽ ഫെമിനിസം, റാഡിക്കൽ പുരുഷാധിപത്യം. റാഡിക്കൽ പുരുഷാധിപത്യത്തിന് കാരണം അതൊക്കെ പഴയ പുരുഷാധിപത്യം തന്നെയാണ്. പഴയ പുരുഷാധിപത്യം, പഴയ പുരുഷാധിപത്യം, പഴയ പുരുഷാധിപത്യം. ഒരാളും ഒന്നും ചോദിക്കില്ല, ഇഷ്ടമുള്ള പോലെ പെരുമാറാം. ഒരു സ്ത്രീയെ കാണുന്നു, പിടിക്കുന്നു, അടിക്കുന്നു, പോകുന്നു, ഇപ്പാണെങ്കിൽ എന്താണെന്നറിയോ? മനസ്സിലായോ? അതാണ് പുരുഷാധിപത്യം. മനസ്സിലായോ? ഇതിന് കാരണം ഒന്നേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ പുരുഷാധിപത്യത്തിന്റെ കാരണം. അത് പുരുഷാധിപത്യം, അത് പുരുഷനെ ഒഴിവാക്കണം ഈ സമൂഹത്തിൽ. ഈ സമൂഹത്തിൽ എന്താ? അല്ലെങ്കിൽ തന്നെ പുരുഷന്മാര് ആവശ്യമില്ലെന്ന് ഓൾറെഡി മൈത്രേയം പറഞ്ഞിട്ടുണ്ട്. മൈത്രേയം പറഞ്ഞിട്ട് തിരുത്തേണ്ട കാര്യമില്ല. ഞാൻ മൈത്രേയം പറഞ്ഞിട്ട് ഓക്കെ ഉണ്ടോ? ഞാനേ ഒരു പകുതി മൈത്രേയുണ്ട്, കുറച്ചുകൂടി കിട്ടിയ ഇങ്ങനെ വെച്ചാലോ? അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ തലയൊക്കെ കെട്ടി കാണും. ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയിൽ എനിക്കറിയാം. അയ്യോ, അത് ചെയ്യാൻ ഐക്യദാർഢ്യം ഇന്ന് പുരുഷന്മാർ സഫർ ചെയ്യാണ്. മൈത്രേയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൈത്രേയന്റെ റാ എടുത്ത് ചെകുത്താൻ കരസ്ഥമാക്കി. കഷ്ടപ്പെടുകയാണ്. പണ്ടാണ് ഇന്ന് പുരുഷന്മാർക്ക് എന്റെ പേരിൽ രണ്ടുകൂടി കേസിന്റെ പേരിലുണ്ട്. പുരുഷന്മാർ കഷ്ടപ്പെടുക അറിയോ? പുരുഷന്മാർ കഷ്ടപ്പെടുന്നത് കേസ് വരുന്നതുകൊണ്ടാണ്. പുരുഷ കമ്മീഷൻ തുടങ്ങണം പറഞ്ഞത്. പുരുഷ കമ്മീഷൻ വേണം. അനിവാര്യം നല്ലൊരു വാക്കാട്ടോ, നല്ലൊരു പ്രയോഗമായിരുന്നു. അനിവാര്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഞാൻ വരട്ടെ, ഇപ്പൊ ഞാൻ ജയിലിൽ കിടന്നപ്പോ എന്റെ അടുത്തൊരാള്, അയാള് ഒരു ആണിനെതിരെ പിടിച്ചത്, ശേഷം വന്ന പെണ്ണിനെതിരെ പിടിച്ചു പോകുന്നു. അവന്റെ ഒരു അവസ്ഥ അറ്റാക്ക് നടന്നപ്പോ ഒരു 3 ദിവസം ഉണ്ടായി. അവിടെ ആ പെണ്ണിനെ കണ്ടുള്ളൂ. ഇപ്പൊ ഞാൻ ആ പെണ്ണിനെ പിടിച്ചോളൂ. കേസ് കൊടുത്തപ്പോ എതിർക്ക് കേസ് എന്തൊക്കെ എല്ലാം എന്താണ് അവർ നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ടും അത് വളച്ചൊടിക്കേണ്ട പറയാം. കാരണം എന്നാന്നറിയോ? ഒരു പുരുഷൻ വേറൊരാളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ ആയിരിക്കും. പുരുഷൻ ആരെ പിടിക്കുന്നോ അതാണ് സ്ത്രീ. നിയമത്തെ പറ്റി അറിയാതെ ആറാട്ടൻ അങ്ങനെ സംസാരിച്ചു. തനിക്ക് കാര്യം അറിയത്തുണ്ടോ? അപ്പൊ ഞാൻ തന്നെ പിടിച്ചാൽ ആ സ്ത്രീയാവും. അതെ,
ഫോർ എക്സാമ്പിൾ ആറാട്ടനെ ഞാനിങ്ങനെ തടയുകയാണ്, അപ്പോൾ ആറാട്ടൻ സ്ത്രീയാണ്. വാവ് സെക്സി. അല്ല ആണുങ്ങളെ ഒരു ആണുങ്ങൾ ഒരു ഇത്രയും സെക്കൻഡ്സ് നോക്കിയാൽ മതി പീഡനമാണ്. പെണ്ണുങ്ങൾക്ക് 14 സെക്കൻഡാ. പെണ്ണുങ്ങൾക്ക് എന്ത് വേണം പെണ്ണുങ്ങൾക്ക് അതിന് ആണുങ്ങൾക്ക് ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല. അതെ, കല്യാണം കഴിഞ്ഞ സ്ത്രീയുമായിട്ട് അഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പുരുഷനെതിരെ കേസാണ്. സ്ത്രീക്കാവാം. സ്ത്രീക്ക് വേണമെങ്കിൽ അവനാവാം. സ്ത്രീ ഒരു പുരുഷനെ പിടിച്ചാൽ എന്താ സംഭവിക്കുക? അങ്ങനെ സ്ത്രീ ഉണ്ടാകും. എടാ എങ്ങനെയാ സ്ത്രീ പുരുഷനെ പിടിച്ച കുട്ടികൾ വരെ ഉണ്ടാവും. സ്ത്രീ പുരുഷനെ പിടിച്ച സ്ത്രീ പീഡനം ആവില്ലല്ലോ. പുരുഷ പീഡനവും ആകത്തില്ല. സ്ത്രീ പീഡനം ഇവിടെ വിഷയമുള്ളൂ. ഇവിടെ പ്രശ്നമുള്ളത് സ്ത്രീ പീഡനം മാത്രമാണോ? അല്ലല്ല, സ്ത്രീക്ക് ഒരിക്കലും റേപ്പ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സയന്റിഫിക്കലി പോസിബിൾ ആണോ അല്ലെന്ന് എനിക്കറിയില്ല. ബയോളജിക്കലി പോസിബിൾ അല്ല. ഇല്ല, അത് പാടാ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല. വിചാരിക്കാം. പക്ഷെ ഞാൻ ചോദിച്ചു, പെനിട്രേഷൻ നടക്കില്ല. അതാണ് നിയമം. അതാണ് നിയമം. അപ്പൊ നിയമം ഫിസിക്കൽ ആണോ? അല്ലല്ല, പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് സാധനം വരും. പെനിട്രേഷൻ മാത്രമല്ല, അത് ഏതോ ഒരു കോടതി എവിടെയോ പറഞ്ഞ പോലെ മറ്റേ വാക്കുണ്ടല്ലോ അവിടെ ബീപ്പ് കൊടുത്തേക്കണേ. റേപ്പ് സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ലെന്നുള്ളൂ, പീഡിപ്പിക്കാൻ പറ്റില്ലെന്നില്ല. പീഡിപ്പിക്കാൻ പറ്റും. റേപ്പ് ചെയ്യാൻ പറ്റില്ല. ആരെ വേണേ പീഡിപ്പിക്കാം. കുട്ടികളെയൊക്കെ അതെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഇവിടെ എങ്ങാണ്ട് ഒരു പോക്സോ കേസിൽ നമ്മുടെ വക്കീൽ പറഞ്ഞ കേട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ആരാണ്ട് കൊന്നു കൊച്ചിനെ, അമ്മ തന്നെ കൊല്ലുവോ അങ്ങനെ എങ്ങാണ്ട്. നൈസ്, ഗുഡ് ജോബ്. നിയമങ്ങൾ പണ്ട് പറഞ്ഞ സ്ത്രീ അങ്ങനെ ക്രൈം ചെയ്യത്തില്ല, സ്ത്രീ അബലയാണെന്ന് പറയാം. തബലയാണ്. എന്റെ വീട്ടിൽ കുറെ കേസ് ഇറക്കാതെ. അല്ല, കല്യാണം കഴിച്ച ഡിവോഴ്സായി സ്വത്ത് കൊണ്ടുപോകും. ഗേൾ ഫ്രണ്ടോ ലിവിൻ ടൂതർ വെച്ച് കഴിഞ്ഞാൽ പീഡനം. പിന്നെ കല്ലോടിക്ക് പോയി കഴിഞ്ഞാൽ കാശു. ആരെങ്കിലും തന്റെ കാര്യം മാത്രമാണ് കൈപ്പടി മാത്രം വിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ആണിന്റെ അവസ്ഥ നോക്കിയേ, അതും കൈയാണെങ്കിൽ മര്യാദക്ക് വരുന്നുണ്ടെന്ന് മനസ്സിന്റെ അടുത്ത് വിശ്വസിക്കാൻ പറ്റും. ഒരു കേസ് അവളെ കൊണ്ട് പീഡിപ്പിച്ച് പറഞ്ഞാൽ എന്ത് പറയും? എങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റും? എങ്ങനെ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പൊ കുറച്ച് പ്രശ്നമുണ്ടാകും. പലയിടത്തും ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണോ എന്ന് അന്വേഷിക്കണം ആദ്യം. അവളുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കണം, അവളോട് ടൈം സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് അവളോട് നടക്കണം. എന്നിട്ട് അവളെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടാ അവസാനം ട്രാപ്പ് ചെയ്തില്ലേ? ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ട്രാപ്പായില്ല. ട്രാപ്പായി പറയാനാണ് ഞാൻ ട്രാപ്പായില്ല. ഞാൻ ബുദ്ധി കൊണ്ട് ട്രാപ്പായില്ല. കാലം ചവിട്ടി പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെർലിന്റെ അറ്റത്ത് ചവിട്ടി പിടിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇന്നത്തെ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. ഓക്കെ, അപ്പൊ അതാണ് അണ്ണന് പറയാനുള്ളത്. ഈ ഘട്ടത്തിൽ അണ്ണന് പറയാനുള്ളത് ആണുങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ്. അതാണ് എന്റെ പോയിന്റ്. ഇതിനകത്ത് പ്രണയങ്ങളിൽ തേപ്പ് നടത്തുന്ന പെണ്ണുങ്ങളാണ് തേക്കുന്നത്. പിന്നെ ഇവിടെ പണ്ട് ആണുങ്ങളായിരുന്നു, ഇപ്പൊ പെണ്ണുങ്ങൾ. ഇപ്പൊ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. അല്ല, ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. അത്രയും പറയാനുള്ളൂ. നമ്മുടെ ജീവിതം പുരുഷ മേധാവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ സന്തോഷ് ഈശ്വർ ഞാൻ ആദ്യവാദി, ഞാൻ മത്സരവാദിയാണ്. ഒരു 30 സെക്കൻഡാണ് എടുത്തോ. അപ്പൊ എന്താ പറഞ്ഞ ഞാൻ മറന്നുപോയി. പുരുഷനെ പാലുള്ളൂ. അപ്പൊ എന്റെ പേരിൽ ഇത് കാരണം ഓരോ ദിവസം ഓരോ കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? കേസുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ജയിലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു വന്ന പണ്ട് ആണുങ്ങൾക്ക് പവർ. ഇത് സോമിനേഴ്സ് ഓഫ് എൻലെസ് ആണ്. മിസ്യൂസ് ഓഫ് പവർ കഴിഞ്ഞോ? ഇപ്പൊ കാളികാവില് കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടില് പുലി കുടുങ്ങിയിരിക്കണം. കടുവയെ കൊടുക്കാൻ വെച്ച കൂട്ടിൽ എനിക്ക് ഇയാളെ സപ്പോർട്ട് വേണ്ട. ഞാൻ നിലമ്പൂര് മത്സരിക്കുന്നില്ല. ഞാൻ വിട്ടു, ആ കേസ് വിട്ടു. ഞാനില്ല. ഇത് വീഡിയോ കാണിക്കാതെ ഇത് പ്ലേ ആണെങ്കിൽ പറയാ. ക്യാമറ അവിടെയാണോ ഇവിടെയാണോ?
സന്തോഷ് വർക്കി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു. നിലമ്പൂരാ എവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു? സന്തോഷ് വർക്കി ഞാൻ പറഞ്ഞത് എറണാകുളം നിയോജകമണ്ഡലത്തില് എല്ലാവരും മലപ്പുറം കാത്തലിക്കാണല്ലേ? ഞാൻ കാത്തലിക്കല്ല, യാക്കോബയാണ്. യാക്കോബയാണ്. എന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അവിടെയാണ്. നടക്കില്ല. മലപ്പുറം ലാറ്റിനെ പറ്റുള്ളൂ ഇവിടെ. ലാറ്റിൻ കാത്തലിക് ആവാൻ പറ്റുമോ? കൺവെർട്ടൻ? ആരെങ്കിലും ലാറ്റിൻ കാത്തലിക്സ് ഉണ്ടോ കുടുംബത്തിൽ? ഇല്ല, കൺവെർട്ട് സുറിയാനിയാണ്. സുറിയാനി നടക്കൂലോനെ, ഇവിടെ എടുക്കാൻ പറ്റില്ല. എടാ എനിക്ക് മലപ്പുറം, കോഴിക്കോട് അവിടെ പോയി മാർക്കറ്റാണോ? മലപ്പുറത്തൊക്കെ എന്താ യാക്കോബക്കാരൻ എന്താ മലപ്പുറത്ത്? യാക്കോബക്കാരല്ലോ. അപ്പൊ ശരി വരണം. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ തിരുവല്ലയിലെങ്ങാനും പോയിട്ട് അടുത്ത വർഷം സ്ഥാനാർത്ഥി ആവാൻ പറ്റുമോ?